2300 വർഷങ്ങൾക്ക് മുമ്പേ ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ വാക്കുകളിൽ 3 ടൈപ്പുള്ള ഫ്രണ്ട്ഷിപ്പുകളാണ് ഉള്ളത്. ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പ് ഓഫ് യൂട്ടിലിറ്റി. അതായത് ഈ ഗ്രൂപ്പിൽ പെടുന്ന ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഒന്നെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതിനുദാഹരണം നമ്മുടെ കോവർക്കേഴ്സ്, നമ്മളിപ്പോൾ ജോലിയിലുള്ള ഫ്രണ്ട്സുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ്, ഒരു കൺസ്ട്രക്ഷൻ എന്തെങ്കിലും നടക്കുക, അപ്പം അവിടെ നമ്മളോട് ഇതിലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റഡി ക്യാമ്പിലാണ്, അപ്പം നമ്മൾ അവരെ പഠിപ്പിക്കുന്നു, അവർ നമ്മളെ പഠിപ്പിക്കുന്നു. ബേസിക്കലി നമ്മൾ രണ്ടും കൂടെ, അതായത് 2 ഗ്രൂപ്പും കൂടെ ചേർന്നാണ് ഒരു പ്രൊജക്റ്റ് നടത്തുന്നത്. അപ്പം അവിടെ നമുക്ക് എന്തെങ്കിലും ഉപകാരം ഇല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആ ജോലി മാറുമോ, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് തീരുമോ, അല്ലെങ്കിൽ ആ സ്റ്റഡി ഗ്രൂപ്പ്, അതായത് പഠിത്തം തീരുമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ബന്ധമില്ല. പതുക്കെ ആ ഫ്രണ്ട്ഷിപ്പ് ഡിസപ്പിയർ ആയിക്കുന്നു. രണ്ടാമത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഓഫ് പ്ലഷർ എന്ന് പറയും. അതാണ് നമ്മുടെ അടിച്ചുപൊളി ഫ്രണ്ട്സൊക്കെ ഇല്ലേ, നമ്മൾ വീക്കെൻഡിലൊക്കെ പോകത്തില്ലേ, ചിലപ്പം സിനിമ കാണാനും, ചിലപ്പോൾ നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, നമ്മൾ കള്ള് കുടിക്കാൻ പോകുന്നു. അത് നമ്മൾ അടിച്ചുപൊളി ഫ്രണ്ട്സൊക്കെ, അത് നമ്മുടെ ഒരു ഹോബിയുടെ പാർട്ടാണ് അവർ. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ എന്നാ ഹോബി നിർത്തുന്നു, അപ്പം ഈ ഫ്രണ്ട്ഷിപ്പും പതുക്കെ നിലച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എന്നാ വീക്കെൻഡിന് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നവരായിരിക്കട്ടെ, നമ്മൾ കുറേ നാൾ പോകാതിരിക്കുമ്പോൾ പതുക്കെ ആ ഫ്രണ്ട്ഷിപ്പ് നിലച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കള്ളു കുടിക്കുന്ന ടീമായിരിക്കട്ടെ, നമ്മൾ കള്ളുകൂടി നിർത്തിയെങ്കിൽ പതുക്കെ ആ ഫ്രണ്ട്ഷിപ്പ്, നമ്മളോട് കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പും പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പും ഡിസപ്പിയർ ആവും. ഇനി മൂന്നാമത്തതാണ് ഫ്രണ്ട്ഷിപ്പ് ഓഫ് വെർച്യൂ. ഇതാണ് ഈ 3 എണ്ണങ്ങളിൽ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇനി ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പ് ആകുന്നതിൻ്റെ കാരണം, നമ്മൾ എങ്ങനെയാണോ അത് അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ നമ്മളോട് ഫ്രണ്ട്സ് ആകുന്നത്. അതായത് നമ്മൾ ചില സമയത്ത് നമ്മുടെ ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അല്ലാത്ത രീതിയിൽ ഒന്ന് പ്രിറ്റൻഡ് ചെയ്യണ്ടേ. ചിലപ്പോൾ നമ്മൾ ഒത്തിരി മിണ്ടുന്ന ഒരാളാണെങ്കിൽ ചിലവരുടെ അടുത്ത് നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മൾ വലിയ സ്റ്റാൻഡേർഡ് ഉള്ളവരായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ വലിയ റിച്ച് ആണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ വലിയ ഫണ്ണി ആണെന്ന് കാണിക്കണം. അപ്പം നമ്മളല്ലാതെ തന്നെ ആവുക. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് ഓഫ് റിച്ചുള്ള ആൾക്കാർ നമ്മൾ എന്താണോ അതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തെറ്റ് ചെയ്താൽ അവർ ചൂണ്ടിക്കാണിക്കുക, ആ തെറ്റാന്ന് പറയും, നമ്മളെ സൂപ്പിക്കാനും നിൽക്കത്തില്ല. അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ മൂന്നാമത്തെ ടൈപ്പ്, അതായത് ഫ്രണ്ട്ഷിപ്പ് ഓഫ് വിർച്യൂ ആണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഫ്രണ്ട്സുകളെല്ലാം നോക്കിയിട്ട് ഏത് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ വരുമെന്ന് ചിന്തിച്ച് നോക്കിക്കേ.